ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ബ്യൂട്ടി ടിപ്സും അല്ലെങ്കിൽ നമ്മളെ അടുക്കളയിലെ വ്ളോഗുകളും കാര്യങ്ങളും ഒന്നും ആയിട്ടല്ല വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ നമ്മൾ കുറച്ച് സാരികളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചില ദിവസങ്ങൾ ഭയങ്കര മടിയായിരിക്കുമല്ലേ. അപ്പൊ ഇന്നിക്ക് എല്ലാ ജോലിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അലമാരയിലെ തുണിയൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ സമയത്താണ് നമ്മൾ മുമ്പ് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചീൻ്റെ ഡ്രസ്സിന്റെ കളക്ഷനൊക്കെ ഒന്ന് കാട്ടിത്തരണേ, സാരിയൊക്കെ ഒന്ന് കാട്ടിത്തരണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമന്റിക്ക് ഓർമ്മ വന്നത്. അപ്പൊ എന്നാ ഞാൻ വിചാരിച്ചെന്നാലും നന്നാ അതന്നെ ആയിക്കോട്ടെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്നും ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതൊന്നും കാട്ടിത്തരാനും അതിനൊരു ബുദ്ധിമുട്ടല്ല. ഒറ്റയ്ക്ക് നമ്മൾ ക്യാമറ പിടിക്കലെല്ലാം കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും നമ്മളെ മക്കൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാലും ഇന്നത്തെ വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിട്ടോ. അപ്പൊ സാരികളൊക്കെ അത് അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഓരോ സാരിക്കും ഓരോ ഓർമ്മകളാണ് കേട്ടോ. അത് ഫുള്ളൊന്നും ഞാൻ വാങ്ങിയതല്ല. നമുക്ക് ഓരോരുത്തർ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ ആയിട്ട് തരും കേട്ടോ. നമ്മളെ ബന്ധത്തില് കല്യാണം കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് തരും. അപ്പൊ എന്നാ ഞാനൊന്ന് കാട്ടി തന്നാലോ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പരിചയപ്പെടുത്തട്ടെ. ഇതിൻ്റെ കല്യാണ സാരി ഉണ്ട്. ഇതിനകത്ത് ഇത് ഞാൻ ലാസ്റ്റ് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുകയാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞയും പച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരി ആയിരുന്നു കേട്ടോ. ഇരിക്കാം, മഞ്ഞയും പച്ചയും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരി ആയിരുന്നു കേട്ടോ. ഇത് നമുക്ക് അന്നത്തെ സമയത്തുണ്ടല്ലോ, കല്യാണത്തിൻ്റെ സമയത്ത് പുതിയണ്ണങ്ങൾക്ക്, അതായത് കല്യാണ പെണ്ണിന് വേണ്ടിയിട്ട് 2-3 സാധാരണ ആൾക്കാർക്ക് കേട്ടോ, സാധാരണ പിന്നെ അത്യാവശ്യം സാധാരണ സാമ്പത്തികമുള്ള ആൾക്കാർക്ക് വാങ്ങുന്നതാണ്. ഒരു കല്യാണ സാരി ഉണ്ടാവും, 2 വിരുന്ന സാരി ഉണ്ടാവും. അപ്പോൾ കല്യാണ സാരി വിരുന്ന സാരി ഇതിലുണ്ട്. അത് ഞങ്ങൾക്ക് ലാസ്റ്റ് കാട്ടിത്തരാം. ഇതാണ് അതിൻ്റെ കൂടെ തന്നെ രണ്ടാമത്തെ വിരുന്നിന് കൊടുക്കാൻ പറഞ്ഞിട്ടൊരു സാരി വാങ്ങും. ആ സാരിയാണ് കേട്ടോ അത്. ഇതൊക്കെ എൻ്റെ കല്യാണ സാരിനേറെ ഇഷ്ടപ്പെട്ടൊരു സാരിയാണ് കേട്ടോ. ഇത് കണ്ടോ, മഞ്ഞ സിൽക്ക് സാരിയാണ്, അതിൽ പച്ച ബോർഡർ, ഇവിടെയൊക്കെ സീക്വൻസ് വർക്കുകളൊക്കെ വന്നിട്ടുള്ള ഒരു സാരിയാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 18 വർഷമൊക്കെ ആയിട്ടോ. അപ്പോൾ അന്നത്തെ മോഡൽ ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സാരി. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യത്തെ ഓണത്തിന് എടുത്ത സാരിയായിരുന്നു കേട്ടോ ഇത്. കണ്ടോ, ഇത് കോട്ടൻ്റെ സാരിയാണ് കേട്ടോ. അപ്പോൾ ആ സമയമായപ്പോഴേക്കാണ് ഞാൻ അമ്മൂനെ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ആ ഉടുക്കാനൊക്കെ ഒരു കോട്ടൻ്റെ സാരിക്ക് സുഖത്തിന് ഇതാക്കണോ നമ്മൾ, ഒരു കോട്ടൻ്റെ സാരിയാണിത്. ഓറഞ്ച് കളറാണ് കേട്ടോ സാരി. പിന്നെ പ്രസവത്തിന് കൂട്ടി കൊണ്ടുപോകുന്ന സമയത്ത് എടുത്ത സാരി അവിടെ വീട്ടിലാണ് കേട്ടോ, കൂടുതലാണ്. അത് ഞാൻ പോയപ്പോൾ എടുക്കണം വിചാരിച്ചിരുന്നു, അത് മറന്നു പോന്നു. അതൊരു നീല സാരിയാണ് കേട്ടോ. സെറ്റ് സാരിയാണല്ലോ എല്ലാവരും എടുക്കുക. എനിക്ക് നീല സാരിയായിരുന്നു, പട്ടുസാരിയായിരുന്നു. പിന്നെ ഇത് ഒരു വിഷു, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വിഷുവിന് അമ്മ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്ന വിഷുവിന് കേട്ടോ, വിഷുവിന് അമ്മ തന്നിട്ടുണ്ടായിരുന്ന സാരിയാണ്. ഇത് ജോർജറ്റിൻ്റെ ഇതാണ് കേട്ടോ. അമ്മ നല്ല വർക്കുകളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, നല്ല നൂൽ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ കാലത്ത് ഓരോ മോഡൽ ഇറങ്ങണതല്ലേ. അപ്പോൾ അന്നത്തെ കാലം ഇതായിരുന്നു. നല്ല രസമുള്ളൊരു സാരിയായിരുന്നു കേട്ടോ. എടുക്കാനൊക്കെ നല്ല സുഖമാണ്. കുഴഞ്ഞ സാരി കേട്ടോ, തടിയൊന്നും തോന്നൂല. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് ഞാൻ വാങ്ങിയ സാരികളിൽ ഏറ്റവും കൂടുതൽ വില കൂടിയൊരു സാരിയാണ് കേട്ടോ അത് അന്ന് എത്ര 1200 അങ്ങാണ്ടാണ് വില. ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ 5-6 വർഷമായിട്ടോ. 5-6 വർഷം മുമ്പെയാണ് ഞാൻ ഏറ്റവും വില കൂടിയൊരു സാരി വാങ്ങിയത്. അത് നോക്കുമ്പോൾ ഒരു വർഷമായപ്പോഴേക്കും തന്നെ അത് ഓട്ടയാവും ചെയ്തു കേട്ടോ. അപ്പോഴേക്കും അത് വല്ലാതെ ഉടുക്കാനൊന്നും ഇത് പറ്റിയിട്ടില്ല. ഇതിൻ്റെ അവിടേക്കൊക്കെ ഓരോ ഓട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാരിക്ക് അങ്ങനെ ഒരു ഓർമ്മ ഉണ്ട്. പിന്നെ ഇത് നമ്മളെ നാത്തൻ ചേച്ചിക്ക് സമ്മാനിച്ച സാരിയാണ് കേട്ടോ. ഏതോ ഒരു വിഷുവിന് ചേച്ചി ഏട്ടനും വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു സാരിയാണ്. ഈ ഇതിനെന്ത് കളർ, വയലറ്റ് അല്ലേ, വയലറ്റും നീലയും സാരി. ഇതും കുഴഞ്ഞ തുണിയാണ്. ഇതുപോലത്തെ സാരികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇതുപോലത്തെ സാരിയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ്. പിന്നെ ഒരു പ്രാവശ്യം ഓണത്തിന് ഞാൻ പോയി എടുത്തൊരു സാരിയാണ്. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ചുരിദാറൊന്നും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഇതുപോലത്തെ ഒരു സാരി, നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ഒരു കളർ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഒരു സന്തോഷമല്ല, അങ്ങനത്തെ കളറിലൊരു ഡ്രസ്സ് ഉണ്ടാവുന്നത്. ഇപ്പോൾ തുണിക്കടയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച് പോയൊരു കളറായിരുന്നു കേട്ടോ ഈ കളറ്. അപ്പോൾ അതാക്കണോ, ഇതിൻ്റെ മുന്താണിയിലൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൊക്കെ ഉണ്ട്. ക്യാമറയിൽ കളറിന് ചെറിയൊരു മാറ്റം ഉണ്ടാകുമോ? ക്യാമറയിൽ ചെറിയൊരു മാറ്റം ഉണ്ട്. ഇത് നല്ലൊരു പീക്കോക്ക് കളറാണ്. ശരിക്കും പച്ചയാണ്, പക്ഷെ ഇത് നീലേ ആണോ, നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അത്. പിന്നെ ഇത് അമ്മേൻ്റെ സാരിയാണ് കേട്ടോ. ഇത് അമ്മേൻ്റെ സാരിയാണ്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മേൻ്റെ സാരി. ഞാൻ ചെറുതാകുമ്പോൾ ഉടുത്ത് പഠിച്ചിരുന്ന ഒരു സാരിയാണ് കേട്ടോ. നമുക്ക് ഒരു പ്രായമൊക്കെ ആകുമ്പോൾ സാരിയൊക്കെ ഒന്ന് ഉടുത്ത് പഠിക്കണം എന്നൊക്കെ തോന്നൂലേ. അപ്പോൾ അങ്ങനെ ഉടുത്ത് പഠിച്ചിരുന്ന ഒരു സാരിയാണത്. അപ്പോൾ അമ്മ
അപ്പം അമ്മേനോട് ഞാൻ ചോദിച്ചു, അമ്മ ഈ സാരിക്ക് തരുമോ എന്ന് ചോദിച്ചേക്കിൽ അങ്ങനെ എടുത്ത സാരിയാണ്. പഴയ മോഡലാണ് കേട്ടോ. അതൊരു ഗൾഫിൻ്റെ സാരിയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഈ വല്ലാതെ ഉതിപ്പുള്ള കളറൊന്നും പറ്റില്ല. അത് ഏതായാലും അലമാരയിൽ അവിടെ വെറുതെ കൂട്ടി വെച്ചതായിരുന്നു. അപ്പോൾ ഞാനിത് എടുത്ത് ഒരുപാട് വർഷത്തെ പഴക്കം ഉണ്ട്. ഒരു 30 വർഷത്തെ പഴക്കം എന്തായാലും ഈ സാരിക്ക് ഉണ്ടാവും. അപ്പോൾ ഞാനിത് പൊന്നുപോലെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സാരി പിന്നെ ഇതാക്കണം. ഇതും നാത്തൂൻ ചേച്ചിക്ക് സമ്മാനിച്ച സാരിയാണ് കേട്ടോ. നാത്തൂൻ ചേച്ചി ഡ്രസ്സൊക്കെ എപ്പോഴും എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതാക്കണം, ഒരു കാലത്തൊരു മോഡലായിരുന്നു ഇത്. കണ്ടോ, നല്ല മറൂണ് കുഴഞ്ഞ തുണിയാണ്. ജോർജറ്റിൻ്റെ തുണിയിൽ അങ്ങനെ നൂൽ വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുള്ള ഒരു സാരി. ഇത് മറൂണാണ് കേട്ടോ. മറൂൺ തന്നെയാണ് നമ്മൾ ക്യാമറയിൽ കാണുന്നത്. ലൈറ്റാണ് പക്ഷേ ഡാർക്കാണ്. എന്തൊക്കെ ലൈറ്റാണ് നമ്മൾ. അപ്പോൾ അതാക്കണോ, ഇത് നല്ലൊരു സാരിയാണ് കേട്ടോ. പിന്നെ ഈ സാരി ഞാൻ അമ്മൂനെ വയറ്റിലുള്ള സമയത്ത് പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന സാരി നമ്മളെ കൊടൂർ വീട്ടിലാണ്. അത് ഇല്ലാറില്ലേ, പ്രസവിച്ചം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് എടുത്തു തരുന്ന സാരി ആയിരുന്നു കേട്ടോ. അത് എടുത്തു തന്നിട്ടുണ്ടായിരുന്നതാണ്. ഇതാക്കണം, ഈ ചുവപ്പ്. ഇത് തുണി ഒരു ഈ തുണി എന്തെങ്കിലും അറിയില്ല. ഇത് വേറൊരു സൈസ് തുണിയാണ് കേട്ടോ. ഒരു കുഴഞ്ഞൊരു തുണിയാണ്. പിന്നെ ഇതിൻ്റെ ബോർഡർ വന്നിട്ടുള്ളത് ഒരു വയലറ്റ് ബ്ലൗസും ആയിരുന്നു. രസമുണ്ട്. ഇത് തീരെ കനല്ല കേട്ടോ. കനല്ലാത്തൊരു തുണിയാണ്. ചുവപ്പും വയലറ്റും പട്ടുസാരി ഇതാണ് വന്നത്. ഇതിൻ്റെ മുന്താണിയൊക്കെ ഇതാക്കണോ, ഈ കളറാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഇതും കഴിഞ്ഞു. പിന്നെ ഉണ്ടല്ലോ, ഒരു ദിവസം ഞങ്ങൾ ഇതേമാതിരി ഓണത്തിന് അന്നൊക്കെ മിക്കവാറും ഈ ഓണത്തിനൊക്കെ ഉള്ള ഒരു ഡ്രസ്സ് എടുക്കലെന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ നമ്മൾ ഓൺലൈനും മീഷൊക്കെ വന്നപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഡ്രസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓണത്തിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള അപ്പണ്ട് വാങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഓണത്തിന് പോയ സമയത്ത് ഞാൻ ഇത് കണ്ടു, ഈ വെള്ളപ്പുള്ളി. എനിക്കിത് ഭയങ്കര സിമ്പിളായിട്ടുള്ള വർക്കുകളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതൊന്നും കിട്ടിയാൽ തിരക്കടില്ല തോന്നി. അപ്പം അങ്ങനെ വാങ്ങിയ ഒരു സാരിയാണ്. ഇത് കുഞ്ഞേനാണ് കേട്ടോ, കുറച്ചുള്ളത് തുണി. അപ്പോൾ ഇതിനൊരു ഇതുണ്ട്, മറൂണ് ബോർഡറാണ് വന്നിട്ടുള്ളത്. ഇതിനൊരു മറൂണ് പുള്ളി ബ്ലൗസ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് തൊടുത്ത് കഴിഞ്ഞാലും, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അങ്ങനെ ഈ സാരി ആ ഒരു ഓർമ്മയാണ് കേട്ടോ. പിന്നെ ഇനിയുള്ള സാരികളൊക്കെ എന്ന് ഇതാ ആദ്യത്തെ പ്രാവശ്യം വീട്ടിൽ നിന്ന് അമ്മ ഓണത്തിന് തന്ന സാരി. ഞാൻ നേരത്തെ കാട്ടി തന്നത് വിഷുവിന് തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സാരി ആയിരുന്നു അമ്മ ആദ്യത്തെ പ്രാവശ്യം, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രാവശ്യം ഓണത്തിന് തന്നിട്ടുണ്ടായിരുന്ന സാരി. ഇത് പട്ടാണ് കേട്ടോ. ഇത് ഞാൻ അധികം കൊടുത്തിട്ടില്ല. എനിക്കിത് കൊടുക്കുമ്പോൾ വല്ലാതെ അങ്ങോട്ട് സ്വർണ്ണ കളറാകുമ്പോഴേ എനിക്കൊരു കല്യാണ പെണ്ണുങ്ങളൊക്കെ മാറ്റി തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ഇത് വല്ലാതെ എടുക്കില്ല. അമ്മക്ക് ഇത് വേണമെങ്കിൽ ആദ്യമായിട്ടാവും കാണുന്നുണ്ട് വല്ല അമ്മ ഈ സാരി കേട്ടോ. അമ്മക്ക് ആദ്യമായിട്ട് കാണാൻ ഇതൊക്കെ ഞാൻ ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള സാരിയാണ് കേട്ടോ. പിന്നെ കുറച്ച് സാരികളൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ ഓർമ്മയില്ലാത്ത നമ്മൾ എപ്പോഴേലൊക്കെ വാങ്ങുന്ന സാരികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കുറേ ആൾക്കാർക്കൊക്കെ അങ്ങനെ കൊടുത്ത് മാറ്റിട്ടോ. നമുക്ക് വെറുതെ ഇവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കണ്ടോ. ഇതൊരു ചുവപ്പും ഗോൾഡൻ കളറും കൂടിയൊരു ഇതാണ്. പിന്നെ ഇവിടെ ഒരു ചന്ദന കളറ് ബോർഡറുമായിട്ടാണ് ഈ സാരി വന്നിട്ടുള്ളത്. പിന്നെ എന്താ ഇത് ഞാൻ വാങ്ങിയ സാരി തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ കുറച്ച് പ്രായമായവരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റാനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയൊരു സാരിയാണ്. അതായത് നമ്മൾ അമ്മയൊക്കെ വീട്ടിൽ വരുമ്പോൾ ഈ പട്ടുസാരി ഒന്നും കൊടുക്കാൻ പറ്റില്ല. അമ്മ ഇപ്പോൾ മാക്സി ഇടും, അന്ന് മാക്സി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ മാക്സിയുടെ സുഖം അറിഞ്ഞപ്പോൾ പിന്നെ അമ്മ മാക്സി ഇടാൻ തുടങ്ങിയപ്പോൾ ഞാൻ അമ്മയ്ക്ക് വരുമ്പോൾ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയൊരു സാരിയാണ്. ഇത് കുഴഞ്ഞ സാരിയാണ്, കനല്ലാത്ത നല്ല സൂപ്പറായിട്ടൊരു സാരിയാണ് കേട്ടോ. അത് ഞാനും എടുക്കലുണ്ട്. ഇതിൻ്റെ ഈ കളർ ബ്ലൗസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോഴേക്ക് വണ്ണം കുറഞ്ഞു, നല്ല സാരിയാണ്. പിന്നെ ഇനി ഈ കാണുന്ന സാരി ഞാൻ വാങ്ങിയതാ. ഈ സാരി ഉണ്ടല്ലോ, എനിക്ക് ഒറ്റ കളർ സാരീനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ വാങ്ങിയ സാരിയാണ്. ഇതാക്കണു ഈ മറൂണ് സാരി, ഒറ്റ കളർ സാരിയാണ്. ഇത് മുറിച്ച് വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ തുണിക്കടയിൽ പോയാൽ നമ്മൾ ഇതുപോലെ സാരീൻ്റെ അളവിൽ മുറിച്ച് വാങ്ങിയതാണ്. ഇത് പിന്നെ വർക്കൊന്നും കാര്യമായിട്ടില്ല. ഒരു ഗ്ലേസിങ് ഉള്ള എന്താ തുണിക്കൊരു പേരുണ്ട്, സാറ്റാണല്ലോ അല്ലേ, എന്താ അതിനൊരു പേരുണ്ട്, ഒരു തിളക്കുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാരി ഇതിന് നമുക്ക് ഒറ്റ കളർ ബ്ലൗസൊക്കെ വൈറ്റ് കുപ്പായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ഇനി ഇതാക്കണ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ. കിട്ടിയതാണ് ഓരോരുത്തരുടെ കല്യാണത്തിനൊക്കെ നമുക്ക് എടുത്തു തന്ന സാരികളാണ്. ഇത് ഒരു തലയ്ക്ക് തുടങ്ങാം. ഇത് അനിയൻ്റെ എൻഗേജ്മെൻറ്റിന് എടുത്ത സാരിയാണ് കേട്ടോ. അനിയൻ്റെ എൻഗേജ്മെൻറ്റിന് എടുത്ത സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ കളർ എന്താ? ന്യൂഡ് ഷെയ്ഡ്, നല്ലൊരു ഭംഗിയുള്ള കളറാണ്. ഒരു എല്ലാവർക്കും ചേരുന്ന കളറാണ്. ഇതിൽ കാണുമ്പോൾ ലൈറ്റാണ്. ലൈറ്റ് മീൻസ്
ഈ ലൈറ്റ് ഒന്ന് ഓഫാക്കിയോ പെട്ടെന്ന്. അപ്പോഴല്ലേ നല്ല കളറ്. അപ്പോൾ ഇതാക്കുന്ന ലൈറ്റ് കൂടിയതുകൊണ്ട് ഒക്കെ ഒരു ലൈറ്റ് പോലെ തോന്നി. ഇതാണ് അതിൻ്റെ ഒറിജിനൽ കളറ്. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കിയപ്പോൾ നമ്മളെ സാരി നല്ല സൂപ്പറായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഈ സാരി ഇട്ടത് ഉടുക്കാൻ നല്ല സുഖമാണ്. നല്ല ഉടുത്താൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരിയാണ് കേട്ടോ. അപ്പോൾ അനിയൻ്റെ എൻഗേജ്മെൻറ്റിന് എടുത്ത സാരിയാണ്. അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റിന് എടുത്ത മറ്റൊരു സാരിയാണിത്. ഇത് അവനെടുത്തതും മറ്റത് ഞാനെടുത്തതായിരുന്നു കേട്ടോ. ഇത് അങ്ങനെ എൻഗേജ്മെൻറ്റിന് എടുത്ത സാരിയായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അന്ന് ധരിച്ചത് ഈ സാരിയായിരുന്നു. ഇതോടെ എടുത്ത് വെച്ചു. അപ്പോൾ ഇതൊരു പട്ട് സാരി. ഇതാക്കുന്നത് വയലറ്റ് ബോർഡർ അല്ലല്ലേ, വയലറ്റ് മുന്താണി വന്ന സാരിയാണ്. ഇതൊരു പീക്കോക്ക്, നീല പീക്കോക്ക് കളറിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇത് വല്യമ്മേൻ്റെ മകൻ്റെ കല്യാണത്തിന് എടുത്ത് തന്ന സാരിയായിരുന്നു കേട്ടോ. പട്ടുസാരി വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഒറ്റ കളറിൽ ഇങ്ങനെ ഒരു ചെറിയ പൂക്കളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഉടുക്കാൻ നല്ല സുഖമാണ്. പല കളർ കോമ്പിനേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു സാരിയാണ്. ഇതെല്ലാവർക്കും കുറേ ആൾക്കാർക്ക് ഞാൻ അതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു സാരി കേട്ടോ. പിന്നെ ഇത് സാധാ പട്ടുസാരി. ഇത് വല്യമ്മേൻ്റെ മോൻ്റെ കല്യാണം, വലിയ മോൻ്റെ കല്യാണത്തിന് എനിക്ക് ഇത് വന്നിട്ടുണ്ടായിരുന്ന സാരിയാണ് കേട്ടത്. മഞ്ഞപ്പട്ട്. ഇപ്പോൾ നമുക്ക് ഹൽദിക്കൊക്കെ വേണമെങ്കിൽ ഇടാൻ പറ്റുന്നൊരു സാരിയാണ്, സാധാ പട്ടുസാരി. പിന്നെ ഈ സാരി ഇത് അമ്മാവൻ്റെ മോൻ്റെ കല്യാണത്തിന് എടുത്ത് തന്നിട്ടുണ്ടായിരുന്ന സാരിയാണ് കേട്ടോ. അതപ്പോഴും പച്ച ഇതൊക്കെ ഈ കളർ തന്നെ ഉണ്ടാകുമ്പോൾ ക്യാമറയിൽ കാണുന്നുണ്ടോ? ക്യാമറയിൽ വേറെ കളറാ, നേരെ കാണാൻ രസം. അപ്പോൾ ഇതൊരു പച്ച സാരിയാണ് കേട്ടോ. തത്തപ്പച്ച. പിന്നെ അതിനൊരു റോസ് മുന്താണി വന്നിട്ടുണ്ട് കണ്ടോ. ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ കൊടുത്തുകൊണ്ട് നടന്നാൽ ആരും ഒന്ന് നോക്കും, അങ്ങനെ ഒത്തിരി കളറാണ്. നല്ല ഉതിപ്പുള്ള പച്ചയും. ഇതും അങ്ങനെ തന്നെയാണ്. ഇതും അമ്മാവൻ്റെ ഒരു വലിയ മാവൻ്റെ മൂത്ത മോൻ്റെ കല്യാണത്തിന് എടുത്തുണ്ടായിരുന്ന സാരിയാണ് കേട്ടോ. ഒക്കെ പട്ടുസാരിയാണ്. പട്ടുസാരി നമ്മൾ വല്ലാതെ ഉടുക്കലില്ല, ഇപ്പോഴാണ് കേട്ടോ. പിന്നെ ഞാൻ സാരി കൊടുക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ നമ്മൾ ഇതുണ്ടോ ബ്ലൗസൊക്കെ അതിനകത്ത് തന്നെ വെച്ചിട്ട് അമ്മാവൻ്റെ മോൻ്റെ കല്യാണത്തിന് തന്ന സാരി മാറ്റി വെക്കുകയാണ്. ഇതത് അമ്മായിൻ്റെ മകൻ്റെ കല്യാണത്തിന് തന്ന സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പച്ച കോട്ടൻ്റെ, ഇത് കോട്ടനാണ് കേട്ടോ. കോട്ടൺ സിൽക്ക് എന്തോ ആണ് വന്നിട്ടുള്ളത്. ഇത് ഇതന്നെ മുന്താണിയൊക്കെ. പിന്നെ നമ്മൾ ഗോൾഡൻ ചെറിയൊരു വർക്കൊക്കെ വന്നിട്ടുള്ളൊരു സാധാരണ പട്ടുസാരി കണ്ടോ, ഇങ്ങനത്തെ വർക്കൊക്കെ ഉള്ളൊരു സാരി. അയ്യോ, ഇപ്പം എന്തായാലും നോക്കാം. ശരിക്കും ഇങ്ങനെ കാട്ടണല്ലേ, അപ്പോഴേ ഭംഗി അറിയുള്ളൂ. നല്ലൊരു പട്ടുസാരി. ലാസ്റ്റായിട്ട് നമുക്ക് കല്യാണത്തിന് കിട്ടിയ സാരിയാണ് ഈ സാരി. ഇതിപ്പോൾ ഇളയച്ചീൻ്റെ അനിയൻ്റെ കല്യാണത്തിന് ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ടുള്ളൂ ഇപ്പോൾ കല്യാണത്തിന്. അപ്പോൾ അവിടുന്ന് തന്നതായിരുന്നു ഈ സാരി. ഇത് നല്ലൊരു സാരി കേട്ടോ. നല്ല കുഴഞ്ഞ കണ്ടോ പട്ട്, കുഴഞ്ഞൊരു തുണിയുള്ള പട്ടാണിത്. നല്ല ഭംഗിയുള്ള സാരിയാണ്. ചുവപ്പും പച്ചയും കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് കണ്ടോ. ചെറിയ ചെറിയ കല്ലുകളൊക്കെ വന്നിട്ടുണ്ട്, ചെറിയ. അപ്പം അത് നല്ലൊരു സാരി തന്നെയാണ്. പിന്നെ ഇത് ഈ സാരിക്കൊക്കെ എത്ര വർഷത്തെ പഴക്കമുണ്ടാവും. ഈ സാരി എനിക്ക് നാത്തൻ ചേച്ചി തന്നിട്ടുള്ള സാരിയാണ് കേട്ടോ. നമ്മളെ ചേച്ചീനെ പ്രസവിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അവർ കൊണ്ടുവന്ന സാരിയായിരുന്നു. ചേച്ചീൻ്റെ വീട്ടിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ള സാരിയാണ് ഈ പച്ച. കണ്ടോ, അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു നീല സാരി കണ്ടില്ല, അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. തുണി അതേ തുണിയാണ്. അപ്പോൾ ഈ സാരി ഇതിന് മറൂണ് ബ്ലൗസൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ലാസ്റ്റായിട്ട് എടുത്തൊരു സാരിയാണ് ഇത് കണ്ടോ. ബ്ലാക്ക് സാരി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു കല്യാണത്തിന് വേണ്ടി എടുത്തതായിരുന്നു. പക്ഷേ കല്യാണത്തിന് ഇനിയിപ്പോൾ ഒരു കറുപ്പ് സാരി ഒരു നെഗറ്റീവ് പോലെ തോന്നുമോ എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഇത് മുന്താണി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇതൊക്കെ ഒറ്റ കളറ് ഷിഫോണിൻ്റെ തുണിയാണ്. പിന്നെ അടിയിൽ നമ്മളെ ബോർഡർ വർക്കൊക്കെ ഇതാക്കണം, ഇതുപോലെ നല്ല സീക്വൻസൊക്കെ ഉള്ള നല്ല ത്രെഡ് വർക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. ഫുള്ള് ബ്ലാക്ക്. പിന്നെ അടുത്ത സാരി ഇതാക്കണം കേട്ടോ. എൻ്റെ കയ്യിലുള്ളതിൽ ആകെ ഒരു സ്റ്റോൺ വർക്കുള്ള ഒരു സാരി തന്നെ ഉള്ളൂ കേട്ടോ എനിക്ക്. അപ്പോൾ അതാക്കണോ, അത് ഈ കളറാണ്. ഇതൊരു കല്യാണത്തിന് എന്താ പറയുക ഫംഗ്ഷന് വേണ്ടിയിട്ട് എടുത്ത സാരിയാണ്. അപ്പോൾ ഇതുണ്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള കളറാണ്. പിന്നെ എൻ്റെ മുന്താണി വരുന്നത് ഇതാക്കണോ ഇത് തന്നെയാണ്.
മുന്താണി ഇതാക്കണം ഇങ്ങനെ തന്നെയാണ് വരുന്നത്. സ്റ്റോണൊക്കെ ആയിട്ട് വൈകുന്നേരത്തെ പരിപാടിക്കൊക്കെ നല്ല അടിപൊളിയാണ്. ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളങ്ങനെ തിളങ്ങും. പിന്നെ ഇനി നമ്മളെ മെയിൻ നമ്മളെ കല്യാണ സാരി മറക്കാതെ കല്യാണ സാരി അമ്മോടെ ഇരിക്കേ. പിന്നെ നമ്മളെ കല്യാണ സാരി കാണിക്കുമ്പോൾ എൻ്റെ നെഞ്ഞിക്കൂടിൽ വേദന വരുന്നുണ്ട് കേട്ടോ. സംഭവം എങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് കാട്ടിത്തരാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. നമ്മളെ ബാത്റൂമിൻ്റെ ഭാഗത്ത് ഒരു അലമാര ഉണ്ടായിരുന്നു. കഥ കേൾക്കണേ. ഇങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളി. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബാത്റൂമിൻ്റെ ചാരി കൊണ്ട് അലമാര ഉണ്ട് വെച്ചെങ്കിൽ വേറെ ഡ്രസ്സുകൾ മാറ്റാനും നോക്കിക്കോളി. അപ്പോൾ ഞാൻ പറയട്ടെ, നമ്മളെ കല്യാണ സാരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ അകത്ത് ടോയ്ലറ്റ് ഉണ്ടല്ലോ, ടോയ്ലറ്റിൻ്റെയോട് ചേർന്ന് വരുന്ന അലമാര ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ എൻ്റെ കല്യാണ സാരിയൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടോ, ഇതൊക്കെ നൊരുമ്പി ഇതൊക്കെ ആകെ കയറി അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഈ അവസ്ഥയായിട്ടുണ്ട് എല്ലാതും. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയാം. ഇതാണ് നമ്മളെ കല്യാണ സാരി. നല്ല സൂപ്പർ കളറായിരുന്നു, നല്ല റെഡ് കളറായിരുന്നു, ഒരു സിൽവർ ബോർഡർ ആയിരുന്നു, നല്ല ഭംഗിയുള്ള സാരി ആയിരുന്നു, നല്ല കനക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഈർപ്പം കയറിയിട്ട് നമ്മളെ സാരിയൊക്കെ നാശമായൊരവസ്ഥയാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഒരു നല്ല ഭാഗം മാത്രം എടുത്ത് വെച്ചു. നമുക്കൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഫുള്ള് കളഞ്ഞില്ല, പകരം കുറച്ചൊരു നല്ല ഭാഗമൊക്കെ നോക്കിയിട്ട് എടുത്തു വെച്ചതാണിത്. അപ്പോൾ ഇത് അതിൻ്റെ ബോർഡർ, ഇത് അതിൻ്റെ ഉടൽ ഭാഗമാണ് കേട്ടോ. ഉടൽ ഭാഗത്ത് നിന്ന് എനിക്ക് കുറച്ച് ചെറിയൊരു കഷ്ണം കിട്ടി. അപ്പോൾ അത് എടുത്ത് വെച്ചു. പിന്നെ അതിൻ്റെ നമ്മളെ പല്ലക്കില്ലേ, മുന്താണി പറയണ ആ സംഭവം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കല്യാണ സാരി എന്നൊക്കെ എങ്ങനെ ഞാൻ ഇത് പറയുക, ഈ ദുരിതം അപ്പോൾ നമ്മളെ ശ്രദ്ധക്കുറവുകൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. അതുപോലെ തന്നെ നമ്മളെ വിരുന്ന് സാരിയാണ് കേട്ടോ. ഇത് രണ്ടാമത്തെ സാരി. ഫസ്റ്റ് സാരി ഇത്, സെക്കൻഡ് സാരി ഇത്. അപ്പോൾ അത് പച്ചയാണ് വന്നിട്ടുള്ളത്. പച്ച ഗോൾഡൻ കളറാണ് കേട്ടോ ഇതിൻ്റെ ബോർഡർ. മറ്റത് ഇത് ചുവപ്പും സിൽവറും ആയിരുന്നു. ഇത് ഇത് ചുവപ്പും സിൽവറും, ഇത് പച്ചയും ഗോൾഡൻ കളറും ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗോൾഡിൻ്റെ പട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത് ഞാൻ വല്ലാതെ നമ്മളെ കല്യാണ സാരിയാണ് വല്ലാതെ പോയത്. വിരുന്ന സാരി അത്ര തന്നെ പോയില്ല. അപ്പോൾ ഞാൻ ഇത് കവറിലാക്കി മാറ്റി വെച്ചതാണ് കേട്ടോ. ഇനി മറ്റുള്ള അമ്മയ്ക്ക് പകരണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതൊക്കെ പൂത്താകതായി. അപ്പോൾ ഇതാണ് നമ്മുടെ സാരീൻ്റെ അവസ്ഥ. ഇന്നത്തെ വീഡിയോയിൽ വല്ലാതെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമായി. നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.